8ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ 2027 വരെയെങ്കിലും സമയമെടുക്കുമെന്ന റിപ്പോർട്ടുകൾ. അടിസ്ഥാന ശമ്പള വർധനവ്, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ വിപുലമായ ചർച്ചകൾ നടക്കുകയാണ്. 8ാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇന്ന് രാജ്യത്തെ കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും. 2025 ഡിസംബറിലാണ് 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിച്ചത്. 10 വർഷത്തിലൊരിക്കലാണ് സാധാരണയായി ശമ്പള പരിഷ്കരണ കമ്മീഷനെ രൂപീകരിക്കുന്നതും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതും. അങ്ങനെ നോക്കുമ്പോൾ ജനുവരി 1 മുതൽ 8ാം ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരേണ്ടതാണ്. എന്നാൽ ശമ്പള വർധനവ് പ്രതീക്ഷിച്ചിരുന്ന ജീവനക്കാർക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് 2026 പകുതിയായിട്ടും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടില്ല. 8ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ 2027 പകുതി വരെയെങ്കിലും സമയമെടുക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുക്കുകയാണ്. കഴിഞ്ഞ വർഷം നവംബറിലാണ് കമ്മീഷനെ രൂപീകരിച്ചത്. അതിനാൽ തന്നെ അന്തിമ ശുപാർശകൾ സമർപ്പിക്കാൻ ഇനിയും സമയമെടുക്കും. 8ാം ശമ്പള കമ്മീഷന് മുന്നിൽ ജീവനക്കാരുടെ സംഘടനകൾക്കും പെൻഷൻ ഫോറങ്ങൾക്കും തങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാനുള്ള സമയപരിധി ആദ്യം ഏപ്രിൽ 30 വരെയാണ് നൽകിയിരുന്നത്. പിന്നീട് മെയ് 31 വരെ നീട്ടി. എന്നാൽ ഇപ്പോൾ ജൂൺ 15 വരെ വീണ്ടും സമയം നീട്ടി നൽകിയിരിക്കുകയാണ്. ഇത് നടപടികൾ ഇനിയും വൈകുന്നതിന് കാരണമാകും. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രമാണ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത്. അടിസ്ഥാന ശമ്പള വർധനവ്, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ വിപുലമായ ചർച്ചകളാണ് നടക്കുന്നത്. പെൻഷൻ സംബന്ധിച്ച് കടുത്ത ആവശ്യങ്ങളാണ് സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്നത്. പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും പെൻഷൻ തുക നിലവിലെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% നിന്ന് 67% ഉയർത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട്. മാത്രമല്ല, പ്രായം കൂടുന്നതിനനുസരിച്ച് ഓരോ 5 വർഷത്തിലും പെൻഷൻ തുകയിൽ അധിക വർധനവ് നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. ഇതിൽ വ്യക്തമായ തീരുമാനമെടുക്കാൻ കാലതാമസം നേരിടുന്നുണ്ട്. നവംബറിലാണ് 8ാം ശമ്പള കമ്മീഷന്റെ പരിഗണനാ നിബന്ധനകൾക്ക് സർക്കാർ ഔദ്യോഗികമായി രൂപം നൽകിയത്. തുടർന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷന് 18 മാസത്തെ സമയവും അനുവദിച്ചു. ഇതനുസരിച്ച് 2027 പകുതിയോടെ മാത്രമേ കമ്മീഷൻ അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ശമ്പള പരിഷ്കരണത്തിന് 2027 പകുതി വരെ കാത്തിരിക്കേണ്ടി വരും. അതേസമയം ശമ്പള പരിഷ്കരണത്തിന് കാലതാമസം വരുന്നത് കുടിശ്ശിക കൂടാൻ കാരണമാകും. 2026 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തിലൂടെ നടപ്പിലാക്കേണ്ടതിനാൽ വൈകുന്ന ഓരോ മാസവും ജീവനക്കാരുടെ കുടിശ്ശിക തുക വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഏകദേശം 20 മുതൽ 24 മാസത്തെ കുടിശ്ശിക തുക ഒരുമിച്ച് ലഭിക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.